Hi, welcome to our online class. In the last lecture, we have derived the ground state energy of harmonic oscillator, right? In this lecture, we are going to discuss about the ground state of helium atom, right? This is a derivation, but I don't think it is too much difficult. Yes, I shall start. Listen, in helium atom, definitely there is a central nucleus, right, whose charge is definitely Z times E. Okay, because Z is atomic number. Helium atom has 2 protons, so 2E. I generally ZD എന്ന് വിളിക്കുന്നു. ഞാൻ ഇവിടെ 2 എന്നുള്ള വാല്യൂ തൽക്കാലം പുട്ട് ചെയ്യുന്നില്ല. Okay. നമ്മൾ വേരിയേഷൻ മെത്തേഡിൽ നമുക്കൊരു വേരിയേഷൻ പാരാമീറ്റർ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ബി ആണ്, ആൽഫയാണ്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വേരിയബിളിൽ നിന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് ഹാമിൽട്ടോണിയൻ അല്ലെ എനർജി നമ്മൾ എന്ത് ചെയ്തത്, റിഡ്യൂസ് ചെയ്തത്, റൈറ്റ്, മിനിമൈസ് ചെയ്തത്, ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന ആ വേരിയേഷണൽ പാരാമീറ്റർ ഏതാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ സെഡിന് ഹീലിയം ആയതുകൊണ്ട് ജനറലി ഒരു ആറ്റത്തിന്റെ നമുക്ക് സെഡ് എന്ന് പറയാമെങ്കിലും അത് ആറ്റം ഏതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ അറിയാമല്ലോ. സോ ദാറ്റ് ടൈംസ് ഇ എന്ന് പറയാം, റൈറ്റ്. ഹൈഡ്രജൻ ആണെങ്കിൽ സെഡ് 1 ആണ്, ഹീലിയം ആണെങ്കിൽ 2 ആണ്. സോ 2E, റൈറ്റ്, വാട്ട് എവർ. ബട്ട് ഹിയർ ഐ ആം നോട്ട് പുട്ടിംഗ് ദ വാല്യൂ ഓഫ് 2 റൈറ്റ് അറ്റ് ദിസ് ഫോർ ദിസ് സെഡ്. ഓക്കെ, ക്ലിയർ? അതാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. that you will understand later. Okay, now definitely for helium atom there will be 2 electrons, 1 and 2. Okay, right. One electron at a distance r1 from the nucleus and other at a distance r2. Okay, and the separation of this electron is this is r12. Okay, so this is the simple form of a helium atom. Actually, while you writing the Hamiltonian of this particular system or this helium atom, you should consider some points. That is, in the earlier version of hydrogen, in the earlier case or in the case of a hydrogen atom, we just have 1 electron. അല്ലേ, രണ്ടെണ്ണത്തിനൊരു ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹാമിൽട്ടോണിയൻ ടേം അതൊക്കെയാ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ടേം അല്ലെ, -h²² ഓർമ്മയില്ലേ, del square ആ ടേം പ്ലസ് ഏതുണ്ടാവും, ഇലക്ട്രോണും ഇയാളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം അല്ലേ, സം കോൺസ്റ്റന്റ് ഇൻറ്റു -e²/r. ഇവിടെ r1 whatever that is. anyway, ഇവിടെ പക്ഷേ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഹാമിൽട്ടോൺ എഴുതുമ്പോൾ ഇയാളുടെ ഹാമിൽട്ടോൺ അല്ലെ സിസ്റ്റത്തിന്റെ ഒരു എനർജി പ്ലസ് ഇയാളുടേത് പ്ലസ് ഒരു എക്സ്ട്രാ ടേം കൂടെ നമുക്ക് എഴുതാം. ഇവർ തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും അല്ലേ. there should be a potential between these 2 electrons. അങ്ങനെ 3 ടേം ആക്കിയിട്ട് എനിക്ക് ടോട്ടൽ ഹാമിൽട്ടോണിയൻ എഴുതാം. എങ്ങനെ എഴുതാം? ടോട്ടൽ ഹാമിൽട്ടോണിയൻ എനർജി ഈസ് h1 plus h2 plus I call it as first electron, second electron, v12. ഇവർ തമ്മിൽ ഇന്ററാക്ഷൻ ആണ് v12. ഓക്കെ, ഡിസ്റ്റൻസ് r12 എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് v12 എന്ന് എഴുതി. whatever, നിങ്ങൾ ജസ്റ്റ് v എന്നാണെങ്കിൽ v എന്ന് എഴുതിയാൽ മതി. no matter, that is interaction between these 2 electrons in helium atom, right? What is h1 then? I can expand this as -h²/2 nu. ഞാനിവിടെ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ ഇലക്ട്രോണിന്റെ കോർഡിനേറ്റ് ആയിരിക്കും രണ്ടാമത്തേത് അല്ലെ, അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് സൂചിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ del square എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് del1² എന്നാണ്. ഓക്കെ, മൈനസ് ഇത് നമ്മുടെ പൊട്ടൻഷ്യൽ എത്രയാ,
1 by 4 pi epsilon 0, take it as k into Zd into E. ഇത് മൈനസ് ഇ ആണല്ലോ, നമുക്ക് ഇങ്ങനെ വിളിക്കാം. ഓക്കെ റൈറ്റ്. അതുകൊണ്ട് ആ മൈനസ് മുമ്പിലിട്ടു. ശരിക്ക് ഹാമിൽട്ടൺ എഴുതുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ ചെയ്യുന്ന ആ പ്ലസ് ഇവിടെ എന്തായിട്ടുണ്ട്, മൈനസ് ആയിട്ടുണ്ട്. കാരണം Zd-യും ഇയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഉണ്ടാവും. എന്താ വരിക, Z E into E square by ആരുടെ സെപ്പറേഷൻ ഈസ് R1 അല്ലേ. നോക്കണേ, എന്താ ഉത്തരം വരിക, 1 by 4 pi epsilon 0 ചാർജിന്റെ മൾട്ടിപ്ലിക്കേഷൻ Zd into minus E minus Zd square, ആ മൈനസിനെ മുമ്പിലേക്ക് ഇട്ടു, ഇവിടെ ശരിക്കും പ്ലസ് ആണ്, divided by separation R1. Okay, it's clear. So this is corresponds to your H1. Now plus രണ്ടാമത്തത് minus h square by 2 നും അതിനൊന്നും മാറ്റില്ലല്ലോ, into del 1 അല്ല delta 2 square minus constant is the same Z E square by R1 അല്ല R2. Okay, and the third term is നമുക്ക് നോക്കാം പ്ലസ്. ശ്രദ്ധിക്കണേ, ഇവിടെ പ്ലസും മൈനസും നിങ്ങൾക്ക് മൈനസ് മാത്രം ആക്കാല്ലേ, നോ പ്രോബ്ലം. ഞാൻ തൽക്കാലം H1 H2 വേറെ വേറെ എഴുതി മാത്രം. എനിവേ V12 എന്താ, ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷനാണ്. സെയിം 1 by 4 pi epsilon 0, that is k times മൈനസ് ഇ ഇൻറ്റു മൈനസ് ഇ എന്താ പ്ലസ് ഇ സ്ക്വയർ ആണ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ R12. ഓക്കെ, ആക്ച്വലി R12 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് R1 മൈനസ് R2 അല്ലേ, റൈറ്റ്. അങ്ങനെ എഴുതാല്ലേ. ഇത് ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും ഒന്നാലോചിക്കുകയാണ്. വേരിയേഷൻ നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യണം. അത് നമ്മൾ വളരെ ബുദ്ധി ഉപയോഗിച്ച് ചൂസ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എച്ച്, അതായത് എനർജി കാണണം അല്ലേ. അങ്ങനെ എക്സ്പെക്ടേഷൻ കാണുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ ടേമും ഈ ടേം ഒക്കെ അതിൻ്റെ അകത്ത് വരും, റൈറ്റ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ R12 നിങ്ങൾ മറ്റു ചില രീതിയിലൊക്കെ മാറ്റി എഴുതിയിട്ട് ചെറിയൊരു മാനിപ്പുലേഷൻസ് ഒക്കെ അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അതിന്റെ റിസൾട്ടാണ് എനിക്ക് ആവശ്യമുള്ളൂ. എനിവേ ബട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ സൈഡിലെ R12 ഈക്വൽ ടു മോഡുലസ് ഓഫ് R1 മൈനസ് R2 എഴുതിയത്. എനിവേ അത് പിക്ചറിന് ക്ലിയർ ആണ് അല്ലേ, റൈറ്റ്. നൗ അപ്പോൾ ഹാമിൽട്ടോണിയൻ ഈസ് ദിസ്. ഫസ്റ്റ് പാർട്ട് ഈസ് റൈറ്റ് അല്ലെ. ഹാമിൽട്ടോണിയൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ള ഭാഗം ക്ലിയർ ആയി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വേരിയേഷൻ മെത്തേഡ് എന്താ, ചൂസിങ് എ ട്രയൽ വേവ് ഫംഗ്ഷൻ വിച്ച് ഈസ് നോർമലൈസ്ഡ്. If it was not normalized, then choose a then normalize it. Okay, or if you have a normalized wave function, then no problem, right? So here I am choosing a normalized wave function. അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു കാര്യം കൺസിഡർ ചെയ്യണം. ഇവിടെ ശരിക്കും ഈ ഇലക്ട്രോണും ഈ ന്യൂക്ലിയസും പരിഗണിച്ച അത് ഒരു ഹൈഡ്രജൻ ആറ്റം പോലെയുള്ള ഒരു സിസ്റ്റമാണ്. ഇയാളും പരിഗണിക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റം പോലുള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇവർ തമ്മിൽ ഇന്ററാക്ഷൻ അത്ര സ്ട്രോങ് അല്ല എന്ന് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ the wave function of this system would be definitely the product of two hydrogen atom wave function അല്ലേ. രണ്ട് ഹൈഡ്രജൻ ആറ്റം വേവ് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് പോലെയാണ് ഈ ഹീലിയം ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ഉണ്ടാവുക if the interaction is very feeble. ഏത് ഇന്ററാക്ഷൻ, ഇലക്ട്രോൺ തമ്മിലുള്ളത് നെഗ്ലക്ട് ചെയ്താൽ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രയൽ വേവ് ഫംഗ്ഷൻ ആയിട്ട്, ട്രയൽ വേവ് ഫംഗ്ഷൻ ചില ആക്യുറേറ്റ് വേവ് ഫംഗ്ഷൻ അർത്ഥമുണ്ടോ, ആക്യുറേറ്റ് വേവ് ഫംഗ്ഷൻ ഇതിന്റെ എഴുതാൻ എനിക്ക് അറിയത്തില്ല, റൈറ്റ്. ഞാനിപ്പോ പറഞ്ഞ പോലെ ഇതിന്റെ ഇന്ററാക്ഷൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഓക്കെ, അത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഇന്ററാക്ഷൻ ഹാമിൽട്ടോണിയനിലെ മൂന്നാമത്തെ ടേം അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ഇറ്റ് ഈസ് ദർ. ബട്ട് ഐ കൻ അസ്യൂം ദാറ്റ് or I can take that the trial wave function of helium atom is രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട്. ഓക്കെ, അതായത് ഇവിടെ R1 ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് എഴുതാം, R2 എഴുതാം. ആ രണ്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇതിന്റെ ട്രയൽ വേവ് ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നത്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ഹൈഡ്രജന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് എഴുതിയാൽ മതിയല്ലോ. ഹൈഡ്രജന്റെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാം, ψ100 എല്ലിനും എമ്മിനും ഒക്കെ വാല്യൂ കൊടുത്തിട്ട് ഡിഫറെന്റ് വേവ് ഫംഗ്ഷൻ ഒക്കെ എഴുതാം. ബട്ട് തൽക്കാലം ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ψ0 ആണ്, അല്ലെ ψ100 അങ്ങനെ എഴുതാം, വാട്ട് എവർ.
That was 1 by root pi a0 cube e raised to minus r by a0. Okay, 1 by a equal to z by a0. Okay, fine. Height ആയതുകൊണ്ട് z എത്രയാണ്? 1 ആണെന്ന് മാത്രം. No problem. Anyway, ഞാനിവിടെ എഴുതാൻ പോകുന്നത് എയുടെ ടേംസിലാണ് വേവ് ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതാണ് വേവ് ഫംഗ്ഷൻ. ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഉള്ള സമയത്തുള്ള വേവ് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനത്തെ രണ്ട് ഹൈഡ്രജൻ വേവ് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് ഹീലിയം ആറ്റത്തിന്റെ എന്തെടുക്കുന്നത് ട്രയൽ വേവ് ഫംഗ്ഷൻ ഞാൻ ചൂസ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ രണ്ടാൾക്ക് പരസ്പരം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? പിന്നെ 6 മാത്രമല്ല, ഒന്നാമത്തെ 6 ആണ്, രണ്ടാമത്തെ 8 ആണ്. അതൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ I can write the trial wave function of helium atom as R1 R2, that is equal to multiply ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോകും 1 by pi a cube. Okay, by using this technique I am considering not a0, it is a whatever e raised to minus 1 by a r1 plus r2. Right, അപ്പോൾ ഇതാണ് എൻ്റെ trial wave function. Okay, so this is my trial wave function and definitely this is my Hamiltonian. നമുക്ക് ആവശ്യമുള്ള രണ്ടുമായി അല്ലേ? ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ട സംഗതികൾ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് കണ്ടിട്ട് ഫോർ എ വേരിയബിൾ അല്ലെ, വേരിയേഷൻ പാരാമീറ്റർ ഏതാണോ നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല, ഞാൻ പറയാം ഏതാ ചൂസ് ചെയ്തത്. അത് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹീലിയം ആറ്റം ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്ത വാല്യൂ ആയിട്ട് മാച്ചിങ് ആണോ നോക്കാം. റൈറ്റ്, ഹൗ ആക്യുറേറ്റ്ലി ദിസ് മെത്തേഡ് ക്യാൻ ഗിവ് യു ദി ആൻസർ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ അല്ലേ? ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ കണ്ടു, എക്സാക്ട്ലി എച്ച് കട്ട് ഒമേഗ ബൈ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് നോക്കാം. Fine, so you follow me. Okay, now I can find out the expectation of h. Follow me. Expectation of h. Second step like kadapane. First step normalized trial wave function edukka. Idine ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുക, psi1 of r into psi2 of r അല്ലേ? രണ്ട് ഹൈഡ്രജൻ ലൈക്ക് വേവ് ഫംഗ്ഷന്റെ മൾട്ടി പ്രൊഡക്റ്റ് ആയിട്ട്. ഓക്കെ, now listen, ഈ ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചതിനെ കൊണ്ട് എനിക്ക് ചില ലാഭങ്ങളുണ്ട് കാൽക്കുലേഷനിൽ. ഓക്കെ, അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. എനിവേ, എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, എന്താ എക്സ്പെക്ടേഷൻ ഓഫ് എച്ച്? സൈ എച്ച് സൈ ആണ് അല്ലേ? ഇറ്റ് ഈസ് സൈ എച്ച് സൈ ആണ്, സംശയമൊന്നുമില്ല ഇതല്ലേ? റൈറ്റ്, ആക്ച്വലി എന്താ സൈ എച്ച് സൈ? എന്താ സൈക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഐ എം writing like this. ഇപ്പൊ ഞാൻ മാറ്റുവാണ്. സൈ എച്ച് സൈ ആണ്. എന്താ പരിപാടി? സൈ എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജൻ വേവ് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആണ്. psi1 of r psi2 of r. psi അപ്പൊ വേവ് ഫംഗ്ഷൻ ആയേ. ഇനി h എന്ന് പറഞ്ഞാൽ വലിയ ടേം ആണ്, കംപ്ലീറ്റ് ഉണ്ട്. എന്താ വരിക? minus h cut square by 2nu del 1 square minus kz e square by r1 ഓക്കെ. അപ്പോൾ h മൊത്തം എഴുതി. ഇനി psi h വീണ്ടും psi. Yes, so this is the expectation of h. Okay, now listen, ഞാനേ ഇതിനെ ഒന്ന് മാറ്റി ഇങ്ങോട്ട് എഴുതി വെക്കട്ടെ. നമുക്കിനി കുറച്ച് നേരം ആവശ്യമുള്ളൂ. psi r1 r2 equal to 1 by pi a cube e raised to minus 1 by a r1 plus r2. ഇതാണ് നമ്മൾ എങ്ങനെ എടുത്തത്? psi1 of r into psi2 of r. ഓക്കെ, റൈറ്റ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ട്.
മെയിൻ ഫംഗ്ഷനെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം മാറ്റി വയ്ക്കാം, ഇതൊന്നും ആവശ്യമില്ല. ആവശ്യമില്ല മീൻസ് എനിക്ക് ബോർഡ് മസ്താലേ ഇല്ല, അതുകൊണ്ട് ആയിക്കോട്ടെ. ഓക്കെ, നൗ ലിസൺ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഫസ്റ്റ് ഇലക്ട്രോണിന്റെ പാർട്ടാ, ഇത് രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ മാത്രം അല്ലേ. അപ്പോ ചെറിയ എളുപ്പമുണ്ട് നമുക്ക് അല്ലേ, ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. എന്താ അപ്പൊ എന്താ ചെയ്യേണ്ടതാ, ഇത് വീണ്ടും ഒന്നാമത്തെ ആള് ഇത് ഒരു ടേം, അടുത്ത ഈ ടേം, രണ്ടാമത്തെ ഇത് H2 അല്ലേ, നമ്മൾ H1 H2 പിടിച്ചില്ലേ, ഇത് അതുപോലെ ഇതും അടുത്ത ഇലക്ട്രോണിന്റെ രണ്ട് ഇലക്ട്രോൺ തമ്മിൽ ഇന്ററാക്ഷൻ K2 R1, ഇത് ഇത് അങ്ങനെ 3 ടേം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒന്നാമത്തെ del1² R1 ഉള്ളത്. അപ്പൊ അവിടെ ആ വേവ് ഫംഗ്ഷൻ നമ്മൾ ഇവിടെ R1 വരുന്നതിന് എടുക്കേണ്ട R2 വരുന്നതിന് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പൊ ഇതിനെ എനിക്ക് ഒന്നുകൂടെ മാറ്റിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്താൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. This is equal to ഇവിടെ definitely psi1 of R അല്ലേ, അതാണ് ഒന്നാമത്തെ പാർട്ട്, മൈനസ് h²/2 del1² minus k z(e²/R1) okay into psi1 of R plus അടുത്തത് psi2 of R into minus h²/2 new ഈ ടേം ആണ് del2² minus kz(e²/R2) വീണ്ടും psi2 of R plus അടുത്ത എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിലിപ്പോ രണ്ട് ഇലക്ട്രോണിന്റെ വേവ് എന്തുണ്ട് പാർട്ട് ഉണ്ട്, R1 മൈനസ് R2 ആണ്. മോഡുലസ് ഓഫ് R12 പറഞ്ഞ എന്താ, മോഡുലസ് ഓഫ് R1 മൈനസ് R2. സോ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വേവ് ഫംഗ്ഷൻ അല്ല, യു ഷുഡ് ടേക്ക്, നമ്മൾ മാറ്റമൊന്നുമില്ല, psi1R psi2R psi1R psi2R into ഇത് K(e²/R12) psi1 of R psi2 of R. Right. So actually ഈ ഇക്വേഷനെ ഞാൻ 3 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ, ക്ലിയർ അല്ലേ. നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ.